ദശകം 38 ശ്രീകൃഷ്ണാവതാരം. ആനന്ദരൂപ ഭഗവന്നയിതേവതാരേ പ്രാപ്തേ പ്രദീപ്ത ഭവദംഗനിരീയമാണൈ കാന്തിവ്രജൈരിവ ഖനാഖനമണ്ഡലൈർദ്യാം ആവൃണ്ണതി വിരുരുചേ കില വർഷവേല. ആനന്ദരൂപ ഭഗവൻ ഐ തേ അവതാരേ പ്രാപ്തേ ഭവദംഗനിരീയമാണൈ കാന്തിവ്രജൈഃ ഇവ ഖനാഖനമണ്ഡലൈഃ ദ്യാം ആവൃണ്ണതി വിരുരുചേ കില വർഷവേല. ആനന്ദരൂപ അല്ലയോ ആനന്ദസ്വരൂപനായിരിക്കുന്ന ഭഗവാനെ, തേ അവതാരേ പ്രാപ്തേ അങ്ങയുടെ അവതാര സമയം, കൃഷ്ണാവതാരത്തിൻ്റെ സമയം അടുത്തപ്പോൾ പ്രദീപ്ത ഭവദംഗനിരീയമാണൈഃ കാന്തിവ്രജൈഃ പ്രദീപ്തമായിരിക്കുന്ന അല്ലെങ്കിൽ ഉജ്ജ്വലിക്കുന്ന ഭവത് അംഗ അങ്ങയുടെ തിരുമയിൽ നിന്ന് നിരീയമാണൈഃ പുറത്തേക്ക് പരക്കുന്ന കാന്തിവ്രജൈഃ ഇവ തേജ രശ്മികൾ അല്ലെങ്കിൽ തേജസ്സോ എന്ന് തോന്നിക്കുമാറ് ഉള്ള ഖനാഖനമണ്ഡലൈഃ കനത്ത കാർമേഘങ്ങൾ ദ്യാം ആവൃണ്ണതി ആകാശമാർഗത്തെ പൊതിഞ്ഞു അല്ലെങ്കിൽ ആവരണം ചെയ്തു. വിരുരുചേ കില വർഷവേല പ്രകാരം വർഷകാലം വിളങ്ങിയല്ലോ. അല്ലയോ ഗുരുവായൂരപ്പ, അങ്ങയുടെ കൃഷ്ണാവതാരത്തിൻ്റെ സമയം അടുത്തപ്പോൾ അങ്ങയുടെ തിരുമയിൽ നിന്ന് പുറപ്പെടുന്ന തേജസ്സോ എന്ന് തോന്നുമാറ് ആകാശം മുഴുവൻ കനത്ത കാർമേഘങ്ങളെ കൊണ്ട് ആവരണം ചെയ്യപ്പെടുകയും അതുമൂലം ആ വർഷകാലം വളരെയധികം ശോഭനമാവുകയും ചെയ്തു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. കഴിഞ്ഞ ദശകങ്ങളിൽ ഭഗവാന്റെ അവതാരത്തിലുള്ള കാരണവും ഒരുക്കവും കണ്ടു. ദുഷ്ടന്മാരായ രാജാക്കന്മാരുടെ അമിതമായ ഭാരം കൊണ്ട് പീഡിതയായ ഭൂമിദേവിയുടെ പ്രാർത്ഥന, ആ ഭൂമിദേവിയുടെ വിഷമങ്ങളെല്ലാം മനസ്സിലാക്കിയ ദേവന്മാരും ബ്രഹ്മദേവനും മഹാദേവനും ഒക്കെ ചേർന്ന് പാൽക്കടൽ തീരത്ത് ചെന്ന് വിഷ്ണു ഭഗവാനെ പുരുഷസൂക്തം കൊണ്ട് സ്തുതിച്ചപ്പോൾ വിഷ്ണു ഭഗവാൻ ബ്രഹ്മദേവൻ്റെ അന്തരംഗത്തിൽ ഭഗവാന്റെ നിർദ്ദേശങ്ങൾ നൽകുകയുണ്ടായി. വിഷ്ണു ഭഗവാൻ പൂർണ്ണ കലകളോടുകൂടി യാദവ വംശത്തിൽ വന്ന് അവതരിക്കുമെന്നും അവതാരോദ്ദേശം നിർവഹിക്കുന്നതിന് സഹായകമായിട്ട് ദേവന്മാരും ദേവാംഗനകളും ഒക്കെ വന്ന് വൃഷ്ണികുലത്തും യാദവകുലത്തിലുമൊക്കെ ജനിക്കണമെന്നും അവതരിക്കണമെന്നുമെല്ലാം നിർദ്ദേശിച്ചിട്ട് പോയി. അതിനുശേഷം ദേവകി വസുദേവന്മാരുടെ വിവാഹ മംഗളാഘോഷങ്ങളെല്ലാം നമ്മൾ കണ്ടു. ആ വിവാഹ ചടങ്ങിന് ശേഷം വധൂവരന്മാരെ നയിച്ചു കൊണ്ടുപോയ കംസന് ആകാശവാണി കേട്ട് ഈ ദേവകി ദേവിയുടെ 8ാമത്തെ പുത്രനാൽ കംസൻ വധിക്കപ്പെടും എന്നെല്ലാം പറഞ്ഞത് കേട്ടപ്പോൾ ക്രുദ്ധനായ കംസൻ തൻ്റെ വാൾ ഊരിപ്പിടിച്ചുകൊണ്ട് ദേവകി ദേവിയുടെ തലയിറക്കാനായിട്ട് പാഞ്ഞെടുത്തു. ആ ദേവകി ദേവിയുടെ വധത്തെ ഒഴിവാക്കുന്നതിനായിട്ട് പല സാന്ത്വന വാക്കുകളും വസുദേവർ പറഞ്ഞുവെങ്കിലും അതിലൊന്നിലും കംസൻ യോജിക്കാതെ തൻ്റെ ഉദ്യമത്തിൽ നിന്ന് പിന്മാറാതെ നിൽക്കുന്നത് കണ്ട കംസനോട് വസുദേവർ തനിക്കുണ്ടാകുന്ന പുത്രന്മാരെ എല്ലാം കംസന് നൽകിക്കൊള്ളാം എന്ന് പറഞ്ഞപ്പോൾ ആ കംസൻ ദേവകി ദേവിയെ ജീവനോടെ വിടുകയുണ്ടായി. അപ്രകാരം വസുദേവർ തൻ്റെ വാക്ക് പാലിച്ചുകൊണ്ട് ആദ്യത്തെ പുത്രൻ ജനിച്ചപ്പോൾ ആ കുട്ടിയെ കൊണ്ടുപോയി കംസനെ സമർപ്പിച്ചുവെങ്കിലും എന്തോ ഒരു പ്രത്യേക ദയ തോന്നിയതിനാൽ കംസൻ ആ കുട്ടിയെ
വധിക്കാതെ തിരികെ കൊടുത്തുവിട്ടു. പക്ഷെ പിന്നീട് നാരദമുനിയുടെ വാക്കുകൾ കേട്ട് കംസൻ ആ കുട്ടികളെയെല്ലാം പിന്നീട് വധിക്കുകയും ചെയ്തു. അപ്രകാരം 6 കുട്ടികളെ വധിച്ചു കഴിഞ്ഞപ്പോഴാണ് 7ാമത് ദേവകിക്കുണ്ടായ ഗർഭത്തെ വസുദേവരുടെ തന്നെ മറ്റൊരു ഭാര്യയായ രോഹിണീ ദേവിയുടെ ഉദരത്തിലേക്ക് മാറ്റിക്കൊണ്ട് യശോദാദേവിയുടെ ഉദരത്തിൽ നിന്ന് യോഗമായാദേവി അവതരിച്ചു. അടുത്തതായിട്ട് ശ്രീകൃഷ്ണ ഭഗവാന്റെ അവതാരത്തിനുള്ള സമയം ആയി എന്നാണ് ഈ ശ്ലോകത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. അതിനുള്ള ഒരു സാഹചര്യം പ്രകൃതി ഒരുക്കുന്നുവോ എന്ന് തോന്നുമാറ് ആകാശം മുഴുവൻ മഴമേഘങ്ങളെ കൊണ്ട് നിറഞ്ഞു. ആ മഴമേഘങ്ങൾ ഭഗവാന്റെ തേജസ്സിൻ്റെ തന്നെ മറ്റൊരു രൂപമായിട്ടാണ് ഇവിടെ കവി സങ്കല്പിച്ചിരിക്കുന്നത്. ആനന്ദരൂപ ഭഗവന്നയി തേവതാരേ പ്രാപ്തേ പ്രദീപ്ത ഭവദംഗനിരീയമാണൈ കാന്തിവ്രജൈരിവഖനാഖനമണ്ഡലേർദ്യാം ആവൃണ്വതി വിരുരുചേ കില വർഷവേല ആശാസു ശീതളതരാസു പയോദതോയൈ ആശാസിതാപ്തിവിവശേഷു ച സജ്ജനേഷു നൈശാകരോദയവിധൗ നിശിമധ്യമായാം ക്ലേശാപഹസ്ത്രിജഗതാം ത്വമിഹാവിരാസി. ആശാസു ശീതളതരാസു പയോദതോയൈഃ ആശാസിതാപ്തി വിവശേഷു ച സജ്ജനേഷു നൈശാകര ഉദയവിധൗ നിശി മധ്യമായാം ക്ലേശാപഹഃ ത്രിജഗതാം ത്വം ഇഹ ആവിരാസീഹി. ആശാസു ശീതളതരാസു പയോദതോയൈഃ. ആ പയോദതോയൈഃ പെയ്ത്തുവെള്ളം കൊണ്ട് ശീതളതരാസു വളരെ കുളിർത്തപ്പോൾ ആശാസു ദിക്കുകളെല്ലാം ആ പെയ്ത്തുവെള്ളം കൊണ്ട് നന്നായി കുളിർത്തപ്പോൾ ആശാസിതാപ്തി വിവശേഷു ജ സജ്ജനേഷു സജ്ജനങ്ങൾക്കെല്ലാം അവർ ആശിച്ചത് ആപ്തമായ ആ ഒരു അവസരത്തിൽ പരവശരായിത്തീർന്നു. അങ്ങനെ ഇരിക്കെ നൈശാകരോദയവിധൗ നിശി മധ്യമായാം, നിശാകരൻ അല്ലെങ്കിൽ ചന്ദ്രൻ ഉദിക്കുന്ന ആ അർദ്ധരാത്രിയിൽ ക്ലേശാപഹഃ ത്രിജഗതാം, ഈ 3 ജഗത്തിൻ്റെയും ക്ലേശങ്ങളെയൊക്കെ അപഹരിക്കുന്നവനായ അല്ലയോ ഗുരുവായൂരപ്പ, ത്വം അവിടുന്ന് ഇഹ ഇവിടെ ആവിരാസീഹി അവതരിച്ചുവല്ലോ. ദിക്കുകളെല്ലാം ആ കാർമേഘങ്ങൾ പെയ്ത്തുവെള്ളമായിട്ട് വർഷമുണ്ടായപ്പോൾ അല്ലെങ്കിൽ മഴ പെയ്തപ്പോൾ ദിക്കുകളൊക്കെ നന്നായിട്ട് കുളിർത്തു. അതുപോലെ തന്നെ ഭഗവാന്റെ അവതാരത്തിനായി കാക്ഷിച്ചുകൊണ്ടിരുന്ന സജ്ജനങ്ങളെല്ലാം അവർ എന്താണോ ആഗ്രഹിച്ചിരുന്നത് അത് വന്നു ചേരുന്നു എന്നുള്ള സന്തോഷത്തും കൊണ്ട് പരവശരായിരിക്കെ നിലാവ് ഉദിച്ചു നിൽക്കുന്ന അർദ്ധരാത്രിയിൽ ഈ ത്രിലോകങ്ങളുടെയും ദുഃഖങ്ങളെയൊക്കെ ഇല്ലായ്മ ചെയ്യുന്നതായ അല്ലയോ ഗുരുവായൂരപ്പ അങ്ങ് ശ്രീകൃഷ്ണ സ്വരൂപനായി അവതരിച്ചു. ആശാസു ശീതളതരാസു പയോദതോയൈ ആശാസിതാപ്തി വിവശേഷു ച സജ്ജനേഷു നൈശാകരോദയവിധൗ നിശി മധ്യമായാം ക്ലേശാപഹസ്ത്രിജഗതാം ത്വമിഹാവിരാസി. ബാല്യസ്പൃശാഭിവപുഷാ ദദുഷാ വിഭൂതി ഉദ്യത്കിരീടകടകാംഗദഹാരഭാസ ശംഖാരിവാരി ജഗദാ പരിഭാസിതേന മേഘാസിതേന പരിലേസിത സൂതിഗേഹേ. ബാല്യസ്പൃശ അഭി വപുഷ ദദുഷാ വിഭൂതി
ഉദ്യത്കിരീടകടകാംഗദഹാരഭാസ ശംഖാരി വാരിജഗധ പരിഭാസിതേന മേഘാസിതേന പരിലേസിത സൂതികേഹേ. ബാല്യസ്പൃശ അഭി, ബാലഭാവത്തിലാണ് ശ്രീകൃഷ്ണ ഭഗവാൻ ഇപ്പോൾ ഉള്ളതെങ്കിലും ദദുഷാവിഭൂതിഹി, എല്ലാ ഐശ്വര്യങ്ങളെയും ഉൾക്കൊള്ളുന്നതും ഉദ്യത്കിരീട കടകാംഗദഹാരഭാസ, കിരീട കടക അംഗദഹാരങ്ങളുടെയൊക്കെ കാന്തി കലർന്നിരിക്കുന്നതും ശംഖാരി വാരിജഗദാ പരിഭാസിതേന, ശംഖചക്ര ഗദാപത്മങ്ങളാൽ പരിഭാസിതേന, നാലു ഭാഗത്തും ശോഭയെ വിതറുന്നതും മേഘാസിതേന പരിലേസിത സൂതികേഹേ, മേഘാസിതേന, മേഘശ്യാമള വർണ്ണത്തോടു കൂടിയിരിക്കുന്ന ആ ശരീരം കൊണ്ട് സൂതികേഹേ പരിലേസിത ത്വം, അങ്ങ് ആ ഈറ്റിലത്തിൽ പ്രകാശം പരത്തി വിലസി. ബാലഭാവത്തിലാണ് ശ്രീകൃഷ്ണ ഭഗവാൻ അപ്പോൾ ഉള്ളതെങ്കിലും സമസ്ത ഐശ്വര്യങ്ങളെ വഹിക്കുന്നതും കിരീട കടകഹാര അങ്കദങ്ങൾ മുതലായവയെല്ലാം ധരിച്ചുകൊണ്ട് അതിൻ്റെ കാന്തി വിതറുന്നതും ശംഖചക്ര ഗദാപത്മങ്ങളാൽ നാലു ഭാഗത്തും ശോഭ വിതറുന്നതുമായ അങ്ങയുടെ ശ്യാമള വർണ്ണത്തോടു കൂടിയ ആ തിരുമേനി കൊണ്ട് അല്ലയോ ഭഗവാനെ അങ്ങ് ഈറ്റിലത്തിൽ പ്രകാശം പരത്തി വിലസി. ബാല്യസ്പൃശാപി വപുഷാ ദദുഷാ വിഭൂതി ഉദ്യത്കിരീടകടകാംഗദഹാരഭാസ ശംഖാരി വാരിജഗദാ പരിഭാസിതേന മേഘാസിതേന പരിലേസിത സൂതികേഹേ. വക്ഷസ്ഥലീ സുഖനിലീനവിലാസി ലക്ഷ്മീ മന്ദാക്ഷലക്ഷിത കടാക്ഷ വിമോക്ഷഭേദൈഃ തന്മന്ദിരസ്യ ഖലകംസകൃതാമലക്ഷ്മീം ഉന്മാർജയന്നിവ വിരേജിത വാസുദേവ. വക്ഷസ്ഥലീ സുഖനിലീന വിലാസി ലക്ഷ്മീ മന്ദാക്ഷലക്ഷിത കടാക്ഷ വിമോക്ഷഭേദൈഃ തന്മന്ദിരസ്യ ഖലകംസകൃതാം അലക്ഷ്മീം ഉന്മാർജയൻ ഇവ വിരേജിത വാസുദേവ. അല്ലയോ വാസുദേവ, അല്ലയോ ഭഗവാനെ, അങ്ങ് വക്ഷസ്ഥലി സുഖനിലീന വിലാസി, ഭഗവാന്റെ മാറിടത്തിൽ വിശ്രമിക്കുന്ന ആ ലക്ഷ്മി ദേവി മന്ദാക്ഷലക്ഷിത കടാക്ഷ വിമോക്ഷഭേദൈഹി, ആ ലക്ഷ്മി ദേവിയുടെ വളരെ ലജ്ജയോട് കൂടിയുള്ള കടാക്ഷങ്ങളെ കൊണ്ട്, നോട്ടങ്ങളെ കൊണ്ട് തൻ മന്ദിരസ്യ ഖലകംസകൃതാം അലക്ഷ്മി, ആ ഈറ്റിലത്തിലെ ദുഷ്ടനായ കംസനാൽ അല്ലെങ്കിൽ കംസൻ്റെ സാന്നിധ്യത്താൽ അലക്ഷ്മിയുടെ സാന്നിധ്യം അല്ലെങ്കിൽ അശ്രീകരങ്ങൾ ബാധിച്ചിരുന്നതിനെയൊക്കെ ഉന്മാർജയന്നിവ വിരേജിത, അതെല്ലാം അടിച്ചു വാരി കളയുന്നുവോ എന്ന് തോന്നുമാറ് വിരാജിച്ചു. അല്ലയോ ഭഗവാനെ ഗുരുവായൂരപ്പ, അങ്ങയുടെ മാറിൽ സുഖമായി നിലീനയായിരിക്കുന്ന ആ ലക്ഷ്മി ദേവിയുടെ ലജ്ജയോടുകൂടിയുള്ള നോട്ടങ്ങളെ കൊണ്ട് ആ ഈറ്റിലത്തിൽ കംസൻ്റെ ദുഷ്ചെയ്തികൾ മൂലം ഉണ്ടായിരുന്ന അശ്രീകരങ്ങളെയെല്ലാം അടിച്ചു വാരി കളയുന്നുവോ എന്ന് തോന്നുമാറ് അങ്ങ് വിരാജിച്ചു ഭഗവാനെ. വക്ഷസ്ഥലി സുഖനിലീന വിലാസി ലക്ഷ്മി മന്ദാക്ഷലക്ഷിത കടാക്ഷ വിമോക്ഷഭേദൈ തന്മന്ദിരസ്യ ഖലകംസകൃതാമലക്ഷ്മീ ഉന്മാർജയൻ ഇവ വിരേചിത വാസുദേവ. ശൗരിസ്തു ധീരമുനിമണ്ഡലചേതസോഭി ദൂരസ്ഥിതം വപുരുദീക്ഷതി ജേക്ഷണാഭ്യാം ആനന്ദബാഷ്പുളഗോദ്ഗമഗദ്ഗദാർദ്രസ്തുഷ്ടാവ ദൃഷ്ടിമകരന്തരസംഭവന്തം. ശൗരിഹി തു ധീരമുനിമണ്ഡലചേതസഃ അഭി ദൂരസ്ഥിതം വപുഃ
ഉദീക്ഷ്യ നിജ ഈക്ഷണാഭ്യാം ആനന്ദ ബാഷ്പ പുളകോദ്ഗമ ഗദ്ഗദാർദ്ര തുഷ്ടാവ ദൃഷ്ടി മകരന്തരസം ഭവന്തം. ശൗരിഹി തു, ആ ശൗരിയാവട്ടെ, വസുദേവരാവട്ടെ, ധീരമുനിമണ്ഡല ചേതസഹ അഭി ദൂരസ്ഥിതം വപുഹു. ജിതേന്ദ്രിയന്മാരായിരിക്കുന്ന മുനിമാർക്ക് പോലും എത്തിപ്പിടിക്കുവാൻ കഴിയാത്തതായ ആ വപുസ് ഭഗവാന്റെ സ്വരൂപത്തെ ഉദീക്ഷ്യ നിജേക്ഷണാഭ്യാം, ഭഗവാന്റെ ആ തിരുസ്വരൂപത്തെ തൻ്റെ കണ്ണുകളെ കൊണ്ട് കാണാൻ സാധിച്ച ഭാഗ്യവാനായ ആ വസുദേവരാകട്ടെ, ആനന്ദബാഷ്പ പുളകോദ്ഗമ ഗദ്ഗദാർദ്ര, ആനന്ദം കൊണ്ട് കണ്ണീരണിഞ്ഞവനായ, പുളകം വന്നവനായ, ഗദ്ഗദമായ കണ്ടത്തോടു കൂടിയിരിക്കുന്ന, ആർദ്രമായ മനസ്സോടൊക്കെ കൂടിയിരിക്കുന്ന ആ വസുദേവർ തുഷ്ടാവ സ്തുതിച്ചു ഭഗവാനെ. ദൃഷ്ടി മകരന്തരസം ഭവന്തം, കണ്ണുകൾക്ക് തേൻകുഴമ്പായിരിക്കുന്ന അങ്ങയെ ആനന്ദബാഷ്പങ്ങളെ കൊണ്ട് പുളകവും ഗദ്ഗദവും ആർദ്രവുമായ ശബ്ദത്തോടുകൂടി ഭഗവാനെ സ്തുതിച്ചു. ജിതേന്ദ്രന്മാരായ സർവസംഘ പരിത്യാഗികളായ മുനിമാർക്ക് പോലും അവരുടെ ധ്യാനമാർഗത്തിൽ മാത്രം ദർശിക്കുവാൻ കഴിയുന്നതായ ഭഗവത് സ്വരൂപത്തെ തൻ്റെ നഗ്നമായ നേത്രങ്ങളെ കൊണ്ട് കാണാൻ ഭാഗ്യം ലഭിച്ച ഈ വസുദേവർ ഭഗവാന്റെ തിരുസ്വരൂപം കണ്ടിട്ട് വളരെ സന്തോഷത്തോടു കൂടി പുളകം ഉള്ളവനായി, ഗദ്ഗദ കണ്ടതോടുകൂടി ആർദ്രചിത്തനായി ശ്രീകൃഷ്ണ ഭഗവാനെ നന്നായി സ്തുതിച്ചു എന്നാണ് പറയുന്നത്. ഭഗവാന്റെ ആ തിരുസ്വരൂപം കാഴ്ചയ്ക്ക് വസുദേവർക്ക് അമൃതതുല്യമായിട്ട് തന്നെ അനുഭവപ്പെട്ടു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ശൗരിസ്തു ധീര മുനിമണ്ഡല ചേതസോഭി ദൂരസ്ഥിതം വപുരുദീക്ഷ്യ നിജേക്ഷണാഭ്യാം ആനന്ദബാഷ്പുളഗോദ്ഗമ ഗദ്ഗദാർദ്ര തുഷ്ടാവ ദൃഷ്ടി മകരന്തര സംഭവന്തം. ദേവപ്രസീദ പരപൂരുഷ താപവല്ലി നിർലൂനിധാത്ര സമനേത്ര കലാവിലാസിൻ ഖേദാനപാകുരു കൃപാ ഗുരുഭിക്കടാക്ഷൈ ഇത്യാദി തേന മുദിതേന ചിരം നുദോഭൂ. ദേവ പ്രസീദ പരപുരുഷ താപവല്ലി നിർലൂനിധാത്ര സമനേത്ര കലാവിലാസിൻ ഖേദാൻ അപാകുരു കൃപാഗുരുഭിः കടാക്ഷൈः ഇതി ആദിതേന മുദിതേന ചിരം നുതഃ അഭൂഹു. ദേവപ്രസീദ പരപുരുഷ, അല്ലയോ പരമപുരുഷനായിരിക്കുന്ന ഭഗവാനെ പ്രസീദ, പ്രസാദിച്ചാലും. താപവല്ലി നിർലൂനിധാത്ര സമനേത്ര കലാവിലാസിൻ, താപവല്ലി ദുഃഖവള്ളിയൊക്കെ നിർലൂനിധാത്ര അറുക്കുന്നത് പോലെ, ദുഃഖവള്ളിയെ വാള് പോലെ അറുക്കുന്നതായിട്ടുള്ള അങ്ങയുടെ കടാക്ഷഭംഗിയെ കൊണ്ട് വിലസുന്നവനെ ഖേദാൻ അപാഗുരു, എൻ്റെ ദുഃഖങ്ങളെയൊക്കെ നീക്കിത്തരണേ. എങ്ങനെ? കൃപാഗുരുഭി കടാക്ഷൈ, അങ്ങയുടെ കൃപയോട് കൂടിയുള്ള, കനത്ത കൃപയോട് കൂടിയുള്ള കടാക്ഷങ്ങളെ കൊണ്ട് എൻ്റെ ദുഃഖങ്ങളെല്ലാം നീക്കിത്തരണേ എന്ന് ഇത്യാദി തേന മുദിതേന ചിരം നുതഃ അഭൂത്. ഇപ്രകാരം വളരെ സന്തുഷ്ടനായിരിക്കുന്ന വസുദേവർ ഭഗവാനെ വളരെയധികം സ്തുതിച്ചു. അല്ലയോ ഗുരുവായൂരപ്പ, പരബ്രഹ്മമൂർത്തിയായിരിക്കുന്ന ഭഗവാനെ അങ്ങ് പ്രസാദിച്ചാലും ഉപാസിക്കുന്ന ഭക്തന്മാരുടെ ദുഃഖങ്ങളെയെല്ലാം ആ ദുഃഖവള്ളിയെ അറുത്ത് കളയുന്നതായ അങ്ങയുടെ കടാക്ഷ ഭംഗി കൊണ്ട് വിലസുന്നല്ലയോ ഗുരുവായൂരപ്പ, അങ്ങ്
കരുണ നിറഞ്ഞ കടാക്ഷങ്ങളെ കൊണ്ട് എൻ്റെ ദുഃഖങ്ങളെയൊക്കെ നീക്കിത്തരയണമേ എന്ന് വളരെ സന്തോഷത്തോടു കൂടി വസുദേവർ ഭഗവാനെ വളരെ നേരം സ്തുതിച്ചു എന്നാണ് പറയുന്നത്. ദേവപ്രസീദ പരപൂരുഷ താപവല്ലി നിർലോനിതാത്ര സമനേത്ര കലാവിലാസിൻ ഖേദാനപാകുരു കൃപാ ഗുരുഭിക്കടാക്ഷൈ ഇത്യാദി തേന മുദിതേന ചിരം നുദോഭൂ മാത്രാ ച നേത്രസലിലാസ്തൃതഗാത്രവല്യ സ്തോത്രൈരഭിഷ്ടുതഗുണകരുണാലയസ്ത്വം പ്രാചീനജന്മയുഗളം പ്രതിബോധ്യതാഭ്യാം മാതുർഗിരാ ദദിതമാനുഷബാലവേഷം. മാത്രാ ച നേത്രസലിലാസ്തൃതഗാത്രവല്യ സ്തോത്രൈഃ അഭിഷ്ടുതഗുണഃ കരുണാലയഃ ത്വം പ്രാചീനജന്മയുഗളം പ്രതിബോധ്യ താഭ്യാം മാതുഃ ഗിരാ ദദിത മാനുഷബാലവേഷം. മാത്രാച നേത്രസലിലാസ്തൃതഗാത്രവല്യ മാതാവ് ആകുന്ന ദേവകീദേവി നേത്രസലിലാസ്തൃതഗാത്രവല്യ വളരെ സന്തോഷത്തോടു കൂടി കണ്ണുനീരിൽ ആറാടിയിരിക്കുന്ന അല്ലെങ്കിൽ കണ്ണുനീരോടുകൂടി ഇരിക്കുന്നതായ ആ ദേവകീദേവി സ്തോത്രൈഹി അഭിഷ്ടുതഗുണഃ സ്തോത്രങ്ങളെ കൊണ്ട് ആ അമ്മയും ഭഗവാനെ വാഴ്ത്തി സ്തുതിച്ചു. അപ്രകാരം കരുണാലയത്വം കരുണാമയനായ അവിടുന്ന് പ്രാചീന ജന്മയുഗളം പ്രതിബോധ്യ താഭ്യാം അവർക്ക് രണ്ടുപേർക്കും പ്രാചീന ജന്മയുഗളം കഴിഞ്ഞുപോയ 2 ജന്മങ്ങളെയും പ്രതിബോധ്യ അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. മാതുഹൂഗിര അമ്മയുടെ വാക്കുകളെ കേട്ടിട്ട് ദദിത മാനുഷബാലവേഷം ഒരു മനുഷ്യ കുഞ്ഞിൻ്റെ രൂപത്തെ ഭഗവാൻ കൈക്കൊണ്ടു എന്നാണ് പറയുന്നത്. അപ്പോൾ ഭഗവാന്റെ ഈ തിരുവുടൽ കണ്ടിട്ട് ആനന്ദാശ്രുക്കളിൽ ആറാടിയ ദേവകീദേവിയും ഭഗവാനെ നന്നായി സ്തുതിച്ചു. ആ സ്തുതിയെല്ലാം കേട്ട് സന്തുഷ്ടനായ ഭഗവാനാവട്ടെ കരുണയോടുകൂടി മാതാപിതാക്കളുടെ കഴിഞ്ഞുപോയ 2 ജന്മങ്ങളെക്കുറിച്ച് ഓർമ്മപ്പെടുത്തി കൊടുത്തു. അത് കഴിഞ്ഞ് അമ്മയുടെ വാക്കുകളെ കേട്ടിട്ട് ഒരു ബാലഗോപാല വേഷം അല്ലെങ്കിൽ ബാലശൈശവ രൂപം ധരിച്ചുകൊണ്ട് അവിടെ കിടന്നു എന്നാണ് പറയുന്നത്. ഇവിടെ പ്രാചീന ജന്മയുഗളം പ്രതിബോധ്യതാഭ്യാം എന്ന് പറഞ്ഞ് കഴിഞ്ഞുപോയ 2 ജന്മങ്ങളെ ഓർമ്മപ്പെടുത്തി കൊടുത്തു മാതാപിതാക്കൾക്ക്. പണ്ട് സുതപസ് എന്ന് പറയുന്ന ഒരു സന്യാസി പൃശ്നി എന്ന തൻ്റെ പത്നിയുമായി ഭഗവാനെ ഉപാസിച്ച് ഭഗവാനെ പോലെ ഒരു പുത്രനെ കിട്ടണം എന്ന് പ്രാർത്ഥിക്കുകയുണ്ടായി. പ്രാർത്ഥിച്ചപ്പോൾ അവരുടെ പ്രാർത്ഥന ഭഗവാൻ കേട്ടോ എന്നൊരു സംശയം മൂലം അവർ 3 പ്രാവശ്യം ഭഗവാനോട് അപേക്ഷിച്ചു അങ്ങയെപ്പോലൊരു പുത്രൻ ഉണ്ടാകണേ എന്ന്. അങ്ങനെ വന്നപ്പോൾ ഭഗവാനെ പോലെ ഒരു പുത്രൻ വേണമെങ്കിൽ ഭഗവാനേക്കാൾ ശ്രേഷ്ഠനായ മറ്റൊരാളായിരിക്കണം വരേണ്ടത്. പക്ഷേ ഭഗവാനേക്കാൾ ശ്രേഷ്ഠനായിട്ട് മറ്റാരും ഇല്ലാത്തതിനാൽ ഭഗവാന് സ്വയം തന്നെ വരേണ്ടതായിട്ട് വന്നു. അങ്ങനെ ആ സുതപസിനും പൃശ്നിക്കും പുത്രനായിട്ട് പൃശ്നിഗർഭൻ എന്ന പേരിലും പിന്നീട് കശ്യപ പ്രജാപതിക്ക് അതിഥി ദേവിയിൽ നിന്ന് വാമനനായും 3ാമത്തെ ജന്മത്തിൽ ദേവകി വസുദേവന്മാർക്ക് ശ്രീകൃഷ്ണനായും ഭഗവാൻ അവതരിച്ചു എന്നാണ് പറയുന്നത്. ഭഗവാന്റെ ഈ അവതാരങ്ങളിലെല്ലാം ഭക്തന്മാരുടെ അപേക്ഷയെ പൂർണ്ണമായും മാനിക്കുന്നതായിട്ട് നമുക്ക് കാണാം. കാരണം ആ സുതപസ് 3 തവണയാണ് ഭഗവാനോട് അങ്ങയെപ്പോലെയുള്ള പുത്രൻ ഉണ്ടാവണമെന്ന് അപേക്ഷിച്ചത്.
തൻ്റെ ഭക്തന്മാർ എന്താണോ സങ്കല്പിക്കുന്നത് അത് അതുപോലെ തന്നെ സംഭവിക്കണം എന്നുള്ള നിശ്ചയദാർഢ്യം ആണ് ഭഗവാനുള്ളത് എന്നതാണ് ഈ 3 അവതാരങ്ങൾ ഭഗവാൻ ഈ ദമ്പതിമാർക്ക് നൽകി എന്നതിൽ നമുക്ക് മനസ്സിലാക്കാവുന്നു. എപ്പോഴും ശുദ്ധമായ അന്ധകരണത്തോടുകൂടി ഏതാവശ്യത്തിനു വേണ്ടിയും ഭഗവാനെ ഉപാസിച്ചാൽ അതാത് ആവശ്യങ്ങളെ ഭഗവാൻ പൂർണ്ണമായും സാധിപ്പിച്ച് തരും എന്നുകൂടി ഈ ശ്ലോകം നമുക്ക് മനസ്സിലാക്കി തരുന്നു. പക്ഷേ ഉപാസകർക്ക് അത്രയേറെ ശ്രദ്ധയും ഭക്തിയും സമർപ്പണവും ഒക്കെ ഭഗവാനോട് ഉണ്ടാകേണ്ടത് വളരെ അത്യാവശ്യമാണ് എന്നുകൂടി നമ്മളിവിടെ മനസ്സിലാക്കിയെടുക്കണം. ത്വത്പ്രേരിതസ്തദനു നന്ദതനൂജയാതേ വ്യത്യാസമാരചയിതും സഹിശൂരസൂനു ത്വാം ഹസ്തയോരധൃതചിത്തവിധാര്യമാര്യൈ അംബോരുഹസ്തകളഹംസ കിശോരരമ്യം. ത്വത്പ്രേരിതഃ തദനു നന്ദതനൂജയാ തേ വ്യത്യാസം ആരചയിതും സഹിശൂരസൂനുഃ ത്വാം ഹസ്തയോഃ അധൃത ചിത്തവിധാര്യം ആര്യൈഃ അംബോരുഹസ്ത കളഹംസ കിശോരരമ്യം. ത്വത്പ്രേരിതഃ ഗുരുവായൂരപ്പ, അങ്ങയാൽ പ്രേരിതനായിട്ട് തദനു അനന്തരം നന്ദതനൂജയാതെ വ്യത്യാസമാരചയിതും നന്ദഗോപർക്ക് യശോദാദേവിയിലുണ്ടായ ആ യോഗമായാദേവിയാകുന്ന പുത്രിയുമായിട്ടൊരു വ്യത്യാസമാരചയിതും ഒരു വെച്ചുമാറ്റത്തിന് തയ്യാറായിക്കൊണ്ട് സഹിശൂരസൂനുഹു ആ ശൂരസേനപുത്രനായിരിക്കുന്ന വസുദേവർ ത്വാം ഹസ്തയോഹോ അധൃത അങ്ങയെ ആ വസുദേവർ തൻ്റെ കൈകളിലെടുത്തു. എപ്രകാരമുള്ള ഭഗവാനാണത്? ചിത്തവിധാര്യമാര്യൈഹി ശ്രേഷ്ഠരായ ആളുകളാൽ മനോമുകുരത്തിൽ മാത്രം ധരിക്കുവാൻ സാധിക്കുന്നതായ ആ ഭഗവത് രൂപത്തെ വസുദേവർ തൻ്റെ കൈകൾ കൊണ്ടെടുത്തു. അങ്ങനെ എടുത്തപ്പോൾ ഏത് പ്രകാരമാണ് അത് ശോഭിച്ചത് ഭഗവാൻ? അതാണ് പറയുന്നത് അംബോരുഹസ്ത കളഹംസ കിശോരരമ്യം. അംബോരുഹങ്ങൾ താമരപ്പൂവിലെ കളഹംസ ശിശുവിനെ പോലെ വളരെ മനോഹരമായിട്ട് ശോഭിച്ചു എന്നാണ് പറയുന്നത്. വസുദേവർ ഈ ശ്രീകൃഷ്ണ ഭഗവാനെ അമ്പാടിയിലുള്ള നന്ദഗോപരുടെ പത്നിയായ യശോദ ജന്മം നൽകിയ യോഗമായ ദേവിയുമായിട്ടൊരു വെച്ചുമാറ്റത്തിന് വേണ്ടി ഭഗവാന്റെ പ്രേരണയുണ്ടായപ്പോൾ ഭഗവാനെ വസുദേവർ തൻ്റെ ഇരു കൈകളിലുമായി എടുത്തു എന്നാണ് പറയുന്നത്. ശ്രേഷ്ഠരായ യോഗ്യവര്യന്മാർക്ക് പോലും തങ്ങളുടെ മനസ്സിൽ മാത്രം ധരിക്കുവാൻ കഴിയുന്നതായ ആ രൂപത്തെ ഭാഗ്യവാനായ വസുദേവർക്ക് തൻ്റെ കൈകളിൽ എടുക്കാൻ കഴിഞ്ഞു എന്നാണ് പറയുന്നത്. അങ്ങനെ വസുദേവർ ഈ ശ്രീകൃഷ്ണ ഭഗവാനെ കൈകളിലെടുത്തപ്പോൾ എപ്രകാരം വിരാജിച്ചു എന്നുള്ളതാണ് പിന്നീട് പറയുന്നത്. എങ്ങനെയാണ് താമര പൂക്കൾക്കിടയിൽ ഉള്ള ഒരു കളഹംസം അല്ലെങ്കിൽ കളഹംസത്തിൻ്റെ കുട്ടി ശോഭിക്കുന്നത് എന്ന് പറയുന്നത് പോലെ വളരെ മനോഹരമായി വസുദേവരുടെ കൈകളിൽ ഭഗവാൻ വിരാജിച്ചു എന്നാണ് പറയുന്നത്. ത്വത്പ്രേരിതസ്തദനു നന്ദതനൂജയാതേ വ്യത്യാസമാരചയിതും സഹിശൂരസൂനു ത്വാം ഹസ്തയോരധൃതചിത്തവിധാര്യമാര്യൈ അംബോരുഹസ്തകളഹംസ കിശോരരമ്യം. ജാതാ തഥാ പശുപസത്മനി യോഗനിദ്രാ നിദ്രാവിമുദ്രിതമഥാകൃത പൗരലോകം ത്വത്പ്രേരണാത് കിമിഹ ചിത്രമചേതനിര്യേത് ദ്വാരൈ സ്വയം വ്യഘടി സംഘടിതൈ സുഗാഢം. ജാതാ തഥാ പശുപസത്മനി യോഗനിദ്രാ നിദ്രാവിമുദ്രിതം അഥാകൃത പൗരലോകം ത്വത്പ്രേരണാത് കിം ഇഹ ചിത്രം അചേതനൈഃ യത് ദ്വാരൈഃ സ്വയം വ്യഘടി സംഘടിതൈ സുഗാഠം. ജാതാ തഥാ പശുപസത്മനി ശ്രീകൃഷ്ണ ഭഗവാൻ അവതരിച്ച ഏകദേശം അതേ സമയം തന്നെ
പശുപസത്മനി ഗോകുലത്തിൽ ഭൂജാതയായ യോഗനിദ്രാദേവി യോഗമായാദേവി അവതരിച്ചപ്പോൾ തന്നെ നിദ്രാവിമുദ്രിതമഥാകൃത പൗരലോകം, അവിടെ ഉണ്ടായിരുന്ന പുരവാസികളെയൊക്കെ ഈ യോഗമായാദേവി ആ സമയത്ത് ഉറക്കിക്കളഞ്ഞു. അപ്പോൾ ത്വത്പ്രേരണാത്, അങ്ങയുടെ പ്രേരണ മൂലം വസുദേവരാൽ ആനയിക്കപ്പെട്ട ശ്രീകൃഷ്ണ ഭഗവാനെ എടുത്തുകൊണ്ട് പുറപ്പെടാൻ ഒരുങ്ങിയപ്പോൾ, അമ്പാടിയിലേക്ക് പുറപ്പെടാൻ ഒരുങ്ങിയപ്പോൾ എന്തൊരു അത്ഭുതമാണ് ഉണ്ടായത്. അതായത് ദ്വാരൈഹി സ്വയം വ്യഘടി, വാതിലുകളൊക്കെ സ്വയം അങ്ങ് തുറന്നു. എങ്ങനെയുള്ള വാതിലുകളായിരുന്നു? സംഘടിതൈ സുഗാഠം, വളരെ ഗാഠമായിട്ട് ബന്ധിച്ചിരുന്ന വാതിലുകളൊക്കെ തന്നെത്താൻ തുറന്നുപോയി. കിമിഹ ചിത്രം, എന്തൊരു അത്ഭുതം എന്നാണ് പറയുന്നത്. ശ്രീകൃഷ്ണ ഭഗവാന്റെ അവതാര സമയത്തിനടുത്ത് തന്നെ യോഗമായാദേവി നന്ദഗോപർക്കും യശോദാദേവിക്കും പുത്രിയായിട്ട് അമ്പാടിയിൽ ഭൂജാതയായി. ആ സമയത്ത് യോഗമായാദേവി അമ്പാടിയിലെ പുരവാസികളെയെല്ലാം തൻ്റെ മായയ്ക്ക് വശംവദരാക്കി എല്ലാവരെയും ഉറക്കിക്കളഞ്ഞു. ആ സമയത്താണ് വസുദേവർ ശ്രീകൃഷ്ണ ഭഗവാനെ കയ്യിൽ എടുത്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങാനായിട്ട് ഉദ്യമിക്കുന്നത്. അപ്പോൾ എന്തൊരു അത്ഭുതമാണ് സംഭവിച്ചത് എന്ന് നോക്കിയാൽ, നന്നായി ചേർത്ത് അടയ്ക്കപ്പെട്ടിരുന്നതായ വാതിലുകളൊക്കെ സ്വയം തുറന്നു വന്നിട്ടാണ് വസുദേവരുടെ വഴിയൊരുക്കി കൊടുത്തത് എന്നാണ് പറയുന്നത്. ജാതാ തഥാ പശുപസത്മനി യോഗനിദ്ര നിദ്രാവിമുദ്രിതമഥാകൃത പൗരലോകം ത്വത്പ്രേരണാത് കിമിഹ ചിത്രമചേതനേര്യേത് ദ്വാരൈ സ്വയം വ്യഘടി സംഘടിതൈ സുഗാഠം ശേഷേണ ഭൂരിഭണവാരിതവാരിണാഥ സ്വൈരം പ്രദർശിതപദോ മണിദീപിതേന ത്വാം ധാരയൻ സഖലു ധന്യതമപ്രദസ്തേ സോയം ത്വമീശ മമ നാശയ രോഗവേഗാൻ. ശേഷേണ ഭൂരിഭണവാരിത വാരിണ അഥ സ്വൈരം പ്രദർശിതപദ മണിദീപിതേന ത്വാം ധാരയൻ സകലു ധന്യതമഃ പ്രദസ്തേ സഹ അയം ത്വം ഈശ മമ നാശയ രോഗവേഗാൻ. ശേഷേണ ഭൂരിഭണവാരിത വാരിണ അഥ ശേഷേണ ആദിശേഷനാൽ തൻ്റെ ഭൂരിഭണ തൻ്റെ വിശാലമായിരിക്കുന്ന ഭണങ്ങളെ കൊണ്ട് പത്തിയെ കൊണ്ട് വാരിണ അഥ തടുത്ത് നിർത്തപ്പെട്ട ആ ജലം അല്ലെങ്കിൽ മഴവെള്ളത്തിൽ നിന്ന് ഈ കുട്ടിയെ തടുത്തു നിർത്തി എന്നാണ് പറയുന്നത്. തന്നെയുമല്ല സ്വൈരം പ്രദർശിതപദ മണിദീപിതേന, ആ ആദിശേഷൻ്റെ ശിരസിലുള്ള മണികളുടെ പ്രകാശം കൊണ്ട് ആ ഇരുട്ടത്ത് വസുദേവർ വഴി കാണിക്കപ്പെട്ടു. അങ്ങനെയുള്ള വസുദേവരാൽ ത്വാം ധാരയൻ, അങ്ങയെ ധരിച്ചുകൊണ്ട് സകല ധന്യതമഃ, ആ സുഹൃതനിധിയായിരിക്കുന്ന വസുദേവർ പ്രദസ്തേ തൻ്റെ യാത്ര ആരംഭിച്ചു, പുറപ്പെട്ടു. സഹ അയം ത്വം, അപ്രകാരമുള്ള അല്ലയോ ഗുരുവായൂരപ്പ അങ്ങ് മമനാശയ രോഗവേഗൻ, എൻ്റെ രോഗവേഗാൻ, എൻ്റെ രോഗശക്തിയൊക്കെ നശിപ്പിക്കണമേ ഭഗവാനെ. അപ്പോൾ ആദിശേഷ നാഗത്താൽ തൻ്റെ വിശാലമായ ഫണങ്ങളെ കൊണ്ട് തടുത്തു നിർത്തപ്പെട്ട മഴവെള്ളത്തോടു കൂടി ഭഗവാന്റെ മുകളിൽ പത്തി വിടർത്തി നിന്നുകൊണ്ട് ആ മഴയിൽ നിന്ന് ഭഗവാനെ സംരക്ഷിച്ചു നിർത്തി. തന്നെയുമല്ല ആദിശേഷൻ്റെ ശിരസിലുള്ളതായ മണി അതിൻ്റെ പ്രകാശത്തിൽ ആ ഇരുട്ട് നിറഞ്ഞ വഴിയിലൂടെ വസുദേവർക്ക് വഴികാട്ടിക്കൊടുക്കുന്നവനായി ആദിശേഷൻ പിന്നാലെ ചെന്നപ്പോൾ
ഭഗവാനെ കയ്യിലെടുത്തുകൊണ്ട് ആ ധന്യാത്മാവായിരിക്കുന്ന വാസുദേവർ അമ്പാടിയിലേക്ക് പുറപ്പെട്ടു. അപ്രകാരം എല്ലാമുള്ള ഗുരുവായൂരപ്പ, അങ്ങ് എൻ്റെ രോഗശക്തിയെ എല്ലാം മാറ്റിത്തരണേ, ആ രോഗങ്ങളുടെ ശക്തിയെയൊക്കെ മാറ്റിത്തരയണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ദശകവും ഭഗവത്പാദത്തിൽ സമർപ്പിക്കുന്നു. ശേഷേണ ഭൂരിഭണവാരിതവാരിനാഥ സ്വൈരം പ്രദർശിതപഥോ മണിദീപിതേന ത്വാം ധാരയൻ സഖലു ധന്യതമപ്രദസ്തേ സോയം ത്വമീശ മമ നാശയ രോഗവേഗാൻ.